നമസ്കാരം, എല്ലാവർക്കും രുദ്രാഭിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇന്ന് പറയുന്നത് 2025 മെയ് 14 വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് രാശി മാറുകയാണ്. ഈ രാശിമാറ്റത്തിൻ്റെ ഫലമായി ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ അര ചേർന്ന നക്ഷത്ര ജാതകർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് ഗുണഫലമാണോ ദോഷഫലമാണോ ഈ ഒരു വർഷം കൊണ്ടുണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 2ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. മാറ്റങ്ങളുടെ ഒരു കാലം തന്നെയാണെന്ന് പറയാം. സാമ്പത്തിക പുരോഗതിയുടെയും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു കാലം തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. തൊഴിൽ പുരോഗതി ഉണ്ടാവും. തൊഴിലിടങ്ങളിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതിനും ഇവർ ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. സാമ്പത്തികമായി വളരെയധികം ഉയരുന്നതാണ്. ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. പുതിയ തൊഴിൽ, പ്രമോഷൻ, മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്നതിന് പറ്റിയൊരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വിദേശ ജോലി ലഭിക്കുന്നതാണ്. അതുമൂലം വളരെയധികം സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്നതാണ്. 2ൽ വ്യാഴം നിൽക്കുമ്പോൾ ധനം, കീർത്തി, വിദ്യ എന്നിവ നേടുന്ന ഒരു സമയം തന്നെയാണ്. ധനവും സന്തോഷവും നേടും. വ്യാഴം ബലവാനാണെങ്കിൽ ന്യായാധിപൻ വരെ ആകാനുള്ള ഒരു സമയം തന്നെയാണ് 2ൽ നിൽക്കുന്ന വ്യാഴം പ്രദാനം ചെയ്യുന്നത്. പല രീതിയിലുള്ള നേട്ടങ്ങൾ വരുന്ന ഒരു സമയം തന്നെയാണ്. എന്തിനും ഒരു ഭാഗ്യം കൂടെ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് വന്നു ചേരുന്നത്. പുതിയ ബിസിനസ് തുടങ്ങാനും ഉള്ളത് വിപുലീകരിക്കാനും അതുമൂലം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയ ഗ്രഹം, വാഹനം എന്നിവ കൈവശം വന്നു ചേരുന്നതിനും സന്താനങ്ങളെ കൊണ്ട് സത്കീർത്തി ഉണ്ടാകുന്നതിനുമുള്ള ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ്. നല്ല രീതിയിലുള്ളൊരു വിവാഹം നടക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമുള്ള ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഈ വ്യാഴമാറ്റം കൊണ്ട് ഇടവക്കൂറുകാർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന സർവ്വ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഈ വ്യാഴമാറ്റത്തോടുകൂടി വന്നു ചേരാൻ പോകുന്നത്. ഇവർ ആഗ്രഹിച്ച സർവ്വ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് എന്ന് പറയാം. എല്ലാ അർത്ഥത്തിലും സർവ്വ ഐശ്വര്യങ്ങളുടെ കാലം തന്നെയാണ് ഇടവം കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം മൂലം വന്നു ചേരുന്നത്. നല്ല സമയം തന്നെയാണ് ഇടവക്കൂറുകാർക്കെങ്കിലും വിഷ്ണുപ്രീതി വരുത്തി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തി തന്നാൽ കഴിയുന്ന വഴിപാടുകൾ കഴിച്ച് മുന്നോട്ട് പോയാൽ ഇവർക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളുടെ ഇരട്ടി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക.